ഈ മത്തങ്ങ കറി വെച്ച് കൊടുത്ത ഇവിടെ ആർക്കും വേണ്ടത്ര. അന്ന് നമുക്കിത് വെച്ച് നല്ലൊരു പായസം ഉണ്ടാക്കി കൊടുക്കാം. കുടിക്കില്ലെന്ന് നമുക്കൊന്ന് നോക്കാം. പായസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടിക്കാൻ വേണ്ടേ, അതല്ലേ പായസത്തിൻ്റെ ഒരു രസം. അതിനായിട്ട് കുറച്ച് സബ്ജ സീഡ്സ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂറോളം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. സബ്ജ സീഡ്സ് ഇഷ്ടമില്ലാത്തവരത് ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്ക് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ മുറിച്ച് നന്നായിട്ട് വൃത്തിയാക്കി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. ആ മുറിച്ച കഷ്ണങ്ങളെല്ലാം നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ലേശം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 വിസിൽ കേൾപ്പിക്കുന്നത്. എന്നാലാണ് മത്തങ്ങ നന്നായിട്ട് ഉടഞ്ഞു കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഞാൻ 2 കപ്പ് ഒന്നാം പാലും ഒരു 4 കപ്പ് രണ്ടാം പാലാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 5 ശർക്കര എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ശർക്കര നന്നായിട്ട് ഉരുക്കി നല്ല പാനിയാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സബ്ജ സീഡ്സ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് കഴുകി മാറ്റി വെച്ച സബ്ജ സീഡ്സ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതാ വെന്ത് ഗ്ലാസിൻ്റെ കളറായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മുടെ വെന്ത് സബ്ജ സീഡ്സ് ഇരിക്കുക. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കയ്യിൽ വെച്ചിട്ടോ സ്മാഷർ വെച്ചിട്ടോ നന്നായിട്ട് ഈ മത്തങ്ങ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള തേങ്ങാക്കുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ നുറുക്കി വെച്ചിട്ടുള്ള തേങ്ങ കൊത്തിട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. കണ്ടോ, ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്നവരെ നമുക്ക് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സബ്ജ സീഡ്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര പാനിയും കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനിയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് നമുക്കതിനൊന്ന് വരട്ടിയെടുക്കേണ്ടതുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ വരട്ടിയെടുക്കാം. ഇനി നന്നായിട്ട് വരണ്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉരുളിയുടെ ഇരുവശങ്ങളിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ വിണ്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ നന്നായിട്ട് വിണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചുക്ക്, ഏലക്ക, ജീരകം പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർക്കാം. ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇനി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് തിളച്ച് വരണമെന്നൊന്നുമില്ല. അതൊന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ കാഷ്യൂ ആൻഡ് കോക്കനട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് പായസം മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമന് വെല്ലുന്ന നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം.